ബിന്ദു കൃഷ്ണ കോൺഗ്രസ് പാർട്ടിയെ തകർത്തെന്ന് മുൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹി നൈസാം കരിങ്കോട്. പാൽ സൊസൈറ്റി മുതൽ അസംബ്ലി പാർലമെന്ററി ഇലക്ഷൻ വരെ മത്സരിച്ച് പരാജയപ്പെട്ട ബിന്ദു കൃഷ്ണയെ ഇപ്രാവശ്യം മാറ്റി നിർത്തണമെന്നും ആവശ്യം. കൊല്ലം ചാത്തന്നൂർ മണ്ഡലത്തിൽ സംഘടനാ സംവിധാനങ്ങൾ മുഴുവനും തകർത്ത് പാർട്ടിയെ വഴിയാധാരമാക്കി അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത ബിന്ദുകൃഷ്ണ കൊല്ലത്തെത്തി അതേപടി ഇവിടെയും പിന്തുടർന്ന് കൊല്ലം മണ്ഡലത്തിലും പാർട്ടിയുടെ സംഘടനാ സംവിധാനം പൂർണ്ണമായും തകർക്കുന്നു. ഇത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തിരിച്ചറിയണം. തരം പോലെ കൊല്ലത്തെ 2 ബ്ലോക്ക് കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരായി ഇഷ്ടക്കാരെ വാഴിക്കാൻ കാണിച്ച ഹീനമായ നടപടി കൊല്ലത്തെ പാർട്ടിക്കാർ മറന്നിട്ടില്ലെന്നും നൈസാം ആരോപിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ അഞ്ചാലുമുട്ടിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ശ്രീ അഡ്വക്കേറ്റ് സജി. അപ്പോൾ അദ്ദേഹത്തെയും മാറ്റി നിർത്തിയിരിക്കുകയാണ്. കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് മങ്ങാട് മണ്ഡലത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെയും കോൺഗ്രസിന് ദയനീയമായ പരാജയത്തിലേക്ക് ഇപ്പൊ പാർട്ടി നിലവിലില്ലാത്ത ഒരവസ്ഥയാണ്. അതായത് അവിടെ 19 ബൂത്താണ്. ആ 19 ബൂത്തിൽ ബൂത്ത് പ്രസിഡന്റുമാരെ വിളിച്ചാൽ 1 അല്ലെങ്കിൽ 2, 3, 4 ബൂത്ത് പ്രസിഡന്റുമാർ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ബിന്ദുകൃഷ്ണയ്ക്ക് സീറ്റ് നൽകിയാൽ കോൺഗ്രസിൽ നിന്ന് തന്നെ എതിർ സ്ഥാനാർത്ഥി വരുമെന്നും മുന്നറിയിപ്പ്. കൊല്ലം കോർപ്പറേഷനിലെ കച്ചേരി, തേവള്ളി, കടപ്പാക്കട, ഒളിയക്കോവിൽ ഡിവിഷനുകളിലും കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിന് കാരണം രാഷ്ട്രീയകാര്യ സമിതി അംഗത്തിന്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയുടെ ഫലമാണ്. ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടി നടത്തുകയും പാർട്ടി അധികാരത്തിൽ വരാൻ ശ്രമിക്കുമ്പോൾ LDF-നെതിരെയുള്ള ജനവികാരം മുതലെടുക്കുന്നതിന് ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലം മണ്ഡലത്തിൽ ആഗ്രഹിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും നൈസാം കരിക്കോട് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊല്ലം.